ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പ്രീവിയസ് സെക്ഷനിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ കണ്ടിട്ടുണ്ടാകും. z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ഡോ സെഡ് ബൈ ഡോ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിനെ എക്സ് ആക്സിസിനോട് പാരലലായ വെർട്ടിക്കൽ പ്ലെയിൻസ് യൂസ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രേസസ്, അതല്ലെങ്കിൽ കേഴ്സ് ഓഫ് ഇന്റർസെക്ഷനിലെ പോയിന്റ്സിലെ ടാൻജന്റ് ലൈൻസിന്റെ സ്ലോപ്സിനെയാണ്. അതുപോലെ ഡോ സെഡ് ബൈ ഡോ വൈ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിനെ വൈ ആക്സിസിനോട് പാരലലായ വെർട്ടിക്കൽ പ്ലെയിൻസ് യൂസ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രേസസിലെ പോയിന്റ്സിലെ ടാൻജന്റ് ലൈൻസിന്റെ സ്ലോപ്സ് ആണ്. ഓർ ഈക്വലന്റ്ലി പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ വെക്ടർ ഐ ആണ്. അതുപോലെ ഡോ സെഡ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ ജെ ആണ്. പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ ഒരു ജനറലൈസേഷൻ ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്. അതെന്താണെന്ന് നോക്കാം. z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് സ്പേസിലെ ഒരു സർഫസ് ആയിരിക്കും. ഫംഗ്ഷൻ എഫിന്റെ ഡൊമൈനിലെ ഒരു പോയിന്റ് ഓർഡേഡ് പെയർ എക്സ് കോമ വൈ കൺസിഡർ ചെയ്യുന്നു. ദെൻ ഓർഡേഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ എന്ന പോയിന്റ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിലെ ഒരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിനെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ പോയിന്റിന്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ആണ് ഓർഡേഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ 0. ഇനി നമ്മൾ എക്സ് വൈ പ്ലെയിനിലെ ഒരു യൂണിറ്റ് വെക്ടർ വെക്ടർ യു ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ കൺസിഡർ ചെയ്യുന്നു. ഈ വെക്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അതായത് ഒറിജിനിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടർ. ഈ വെക്ടർ പോസിറ്റീവ് എക്സ് ആക്സിസുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അതായത് വെക്ടർ യുവും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ദെൻ എക്സ് വൈ പ്ലെയിനിലെ ഓർഡേഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ 0 എന്ന പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് വരുന്ന വെക്ടർ യുവിനോട് പാരലൽ ആയിട്ടുള്ള ഒരുപാട് വെക്ടേഴ്സ് നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ടൈപ്പിൽ ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഇൻഫൈനൈറ്റ്ലി മെനി വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ 1 ആയിട്ടുള്ള ഇൻഫൈനൈറ്റ്ലി മെനി വെക്ടേഴ്സും ഉണ്ടായിരിക്കും. അവയുടെ എല്ലാം ഇനീഷ്യൽ പോയിന്റ് ഓർഡർ ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ 0യും ആ വെക്ടേഴ്സ് എല്ലാം വെക്ടർ യുവിനോട് പാരലലുമാണ്. അത്തരത്തിലുള്ള ഒരു ആർബിട്രറി വെക്ടർ വെക്ടർ വി കൺസിഡർ ചെയ്യുക. ആ വെക്ടർ ഓർഡർ ട്രിപ്പിൾ എക്സ് വൈ 0 എന്ന പോയിന്റിൽ നിന്നും ഓർഡർ ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ 0 എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടർ ആണെന്ന് വിചാരിക്കുക. വെക്ടർ വിയുടെ ഇനീഷ്യൽ പോയിന്റ് ഓർഡർ ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ 0യും വെക്ടർ വി യൂണിറ്റ് വെക്ടർ വെക്ടർ യുവിനോട് പാരലലുമാണ്. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും 0 ആണെങ്കിൽ വി ഒരു 0 വെക്ടർ ആയിരിക്കും. ആ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡെൽറ്റ എക്സ് ഓർ ഡെൽറ്റ വൈ നോൺ 0 ആണെങ്കിൽ വെക്ടർ വിയുടെ മാഗ്നിറ്റ്യൂഡ് എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഏതൊരു വെക്ടറിനെയും ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെയും ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറിന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. സോ വെക്ടർ വി ഈക്വൽ ടു എച്ച് ഇൻറ്റു വെക്ടർ യു. ദെൻ ഓർഡർ ട്രിപ്പിൾ എക്സ് വൈ 0 ഓർഡർ ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ 0 ഈ രണ്ട് പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ് വൈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിനും z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസും ഇന്റർസെക്ട് ചെയ്യുന്ന കേർവിനെ സി എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ പ്ലെയിൻ യൂസ് ചെയ്ത് സ്ലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവ്. ദെൻ ഓർഡർ ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ എന്ന പോയിന്റ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിലെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് കേർവ് സിയിലും ലൈ ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു.
അതുപോലെ ഫോർ എനി ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ ഓഡ് ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന പോയിന്റും കേർവ് സിയിലൊരു പോയിന്റ് ആയിരിക്കും. Then for any delta x and delta y, odd triple x comma y comma f of x y, odd triple x plus delta x comma y plus delta y comma f of x plus delta x comma y plus delta y എന്നീ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ കേർവ് സിയുടെ സീക്കൻഡ് ലൈൻ ആയിരിക്കും. ഇത്തരം സീക്കൻഡ് ലൈൻസിന്റെ സ്ലോപ്പ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. വെക്ടർ യു പോസിറ്റീവ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് വെക്ടർ വി എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ഈ ലൈനുമായി ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. ദെൻ ഓഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ 0 എന്ന പോയിന്റും ഓഡ് ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ 0 എന്ന പോയിന്റും വെർട്ടിസസ് ആയിട്ട് വരുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ്, ഈ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ വൈ. ആ ട്രയാംഗിൾ മാത്രം എക്സ് വൈ പ്ലെയിനിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടേനിയസിന്റെ ലെങ്ത് വെക്ടർ വിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്, അതായത് എച്ച് ആണ്. ദെൻ കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്, ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എച്ച്. ഇതിൽ നിന്നും ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. Similarly, sin theta equal to opposite side by hypotenuse, that is sin theta equal to delta y by h, which implies delta y equal to h into sin theta. നേരത്തെ കേർവ് സിയിലെ ഓഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ, ഓഡ് ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ, ഈ രണ്ട് പോയിന്റ്സിലൂടെയും പാസ് ചെയ്യുന്ന സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഡെൽറ്റ എക്സിനും ഡെൽറ്റ വൈക്കും പകരം നേരത്തെ കിട്ടിയത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് തീറ്റ കോമ വൈ പ്ലസ് എച്ച് ഇൻറ്റു സൈൻ തീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. എച്ച് ചെറുതാകും തോറും, അതായത് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും സ്മോൾ ആകും തോറും ഓഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ, ഓഡ് ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ, ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സീക്കൻഡ് ലൈനും ഓഡ് ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ എന്ന പോയിന്റിലെ, അതായത് പോയിന്റ് പിയിലെ കേർവ് സിയുടെ ടാൻജന്റ് ലൈനും തമ്മിലുള്ള ആംഗിൾ കുറഞ്ഞു വരും. ഇൻ പർട്ടിക്കുലർ സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പും പോയിന്റ് പിയിലെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും. പോയിന്റ് പിയിലെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പും ഡിഫറെന്റ് സീക്കൻഡ് ലൈൻസിന്റെ സ്ലോപ്സും എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. സോ നമുക്ക് സീക്കൻഡ് ലൈൻസിന്റെ സ്ലോപ്സിന്റെ എച്ച് അപ്രോച്ചസ് ടു 0 ആകുമ്പോഴുള്ള ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി കർവ് സി at the point P is equal to limit h tending to 0 f of x plus h cos theta comma y plus h sin theta minus f of xy all divided by h provided the limit exists. ഫംഗ്ഷൻ എഫിന്റെ പോയിന്റ് പിയിലെ യൂണിറ്റ് വെക്ടർ യുവിന്റെ ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ഈ സ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ യു എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി യു എഫ് എന്നാണ്. നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമൽ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ 9.5.1 ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് z equal to f of xy in the direction of a unit vector u equal to cos theta I plus sin theta j is du f of xy equal to limit h tending to 0 f of x plus h cos theta comma y plus h sin theta minus f of xy all divided by h provided the limit exists.
നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂവും വാരി ചെയ്യും. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ രണ്ട് പർട്ടിക്കുലർ കേസസ് ആണ് ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും. യു ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ ഐ ആകുമ്പോൾ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ ഡി യു എഫ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ടേക്ക് വെക്ടർ യു ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ ഐ. അത് എക്സ് വൈ പ്ലെയിനിലെ ഓർഡേഡ് പെയർ 1,0 എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ആ വെക്ടർ പോസിറ്റീവ് എക്സ് ആക്സിസുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഈക്വൽ ടു 0. അത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. വെൻ തീറ്റ ഈക്വൽ ടു 0, വെക്ടർ യു ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 0 ഐ പ്ലസ് സൈൻ 0 ജെ. കോസ് 0 1ഉം സൈൻ 0 0ഉം ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഐ. ഈ കേസിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി യു എഫ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് 0 കോമ വൈ പ്ലസ് എച്ച് സൈൻ 0 മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു 1 കോമ വൈ പ്ലസ് എച്ച് ഇൻറ്റു 0 മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇത് ഡോ സെഡ് ബൈ ഡോ എക്സ് കാണുവാനുള്ള ഫോർമുലയാണ്. സോ വെൻ വെക്ടർ യു ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ ഐ ഡി യു എഫ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇതുപോലെ വെക്ടർ യു ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ ജെ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആയിരിക്കും. ആ കേസിൽ കോസ് തീറ്റ 0ഉം സൈൻ തീറ്റ 1ഉമാണ്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി യു എഫ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇത് ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ പർട്ടിക്കുലർ കേസസ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും. വെക്ടർ യു പോസിറ്റീവ് എക്സ് ആക്സിസുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ പോസിറ്റീവ് വൈ ആക്സിസുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ പൈ ബൈ 2 മൈനസ് തീറ്റ ആയിരിക്കും. ബീറ്റ ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് ചൂസ് ചെയ്താൽ കോസ് ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ എച്ച് എന്നും അതിൽ നിന്നും ഡെൽറ്റ വൈ ഈക്വൽ ടു എച്ച് ഇൻറ്റു കോസ് ബീറ്റ എന്നും കിട്ടും. ആൽഫ ഈക്വൽ ടു തീറ്റ എന്ന് ചൂസ് ചെയ്താൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി യു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് ആൽഫ കോമ വൈ പ്ലസ് എച്ച് കോസ് ബീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ ആൽഫയും ബീറ്റയും വെക്ടർ യു റെസ്പെക്റ്റീവ്ലി പോസിറ്റീവ് എക്സ് ആക്സിസുമായും പോസിറ്റീവ് വൈ ആക്സിസുമായും ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോർമുലയല്ല യൂസ് ചെയ്യാറുള്ളത്. ഗ്രേഡിയന്റ് വെക്ടറിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നെക്സ്റ്റ് തിയറത്തിൽ ഡിറൈവ് ചെയ്യുന്നത്. തിയറം 9.5.1. If z equal to f of xy is a differentiable function of x and y and vector u equal to cos theta I plus sin theta j, then duf of xy equal to del f of xy dot vector u. രണ്ട് വേരിയബിളിലുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എഫ്. വെക്ടർ യു ഒരു യൂണിറ്റ് വെക്ടർ. ദെൻ ഫംഗ്ഷൻ എഫിന്റെ വെക്ടർ യുവിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് വെക്ടറിന്റെയും വെക്ടർ യുവിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. എക്സും വൈയും തീറ്റയും ഒക്കെ ഫിക്സ്ഡ് ആയതുകൊണ്ട് ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ കോമ വൈ പ്ലസ് ടി സൈൻ തീറ്റ സിംഗിൾ വേരിയബിൾ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ജിയും ഡിഫറൻഷ്യബിൾ ആണ്.
നമ്മൾ ജി ഡാഷ് ഓഫ് സീറോയുടെ വാല്യൂ രണ്ട് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആദ്യം ഡെറിവേറ്റീവ്സിന്റെ ഫോർമൽ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ജി ഡാഷ് ഓഫ് സീറോ ഇവാലുവേറ്റ് ചെയ്യാം. ബൈ ഡെഫിനിഷൻ ജി ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു സീറോ ജി ഓഫ് സീറോ പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് സീറോ ഡിവൈഡഡ് ബൈ എച്ച് which is equal to limit h tending to 0 f of x plus h cos theta comma y plus h sin theta minus f of xy divided by h. അത് du f of xy ആണെന്ന് നമുക്കറിയാം. സോ g dash of 0 equal to du f of xy. ഇനി ചെയിൻ റൂൾ യൂസ് ചെയ്ത് g dash of 0 കണ്ടുപിടിക്കാം. നിങ്ങൾ പ്രീവിയസ് സെക്ഷനിൽ ചെയിൻ റൂളിന്റെ ഒരു സ്പെഷ്യൽ കേസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. z ഈക്വൽ ടു എഫ് ഓഫ് യു വി രണ്ട് വേരിയബിളിലുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും യുവും വിയും വേരിയബിൾ ടിയിലുള്ള ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫംഗ്ഷനുമാണെങ്കിൽ ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണെന്ന്. ഇവിടെ യു ഈക്വൽ ടു എക്സ് പ്ലസ് ടി കോസ് തീറ്റ വി ഈക്വൽ ടു വൈ പ്ലസ് ടി സൈൻ തീറ്റ ഇതുപോലെ ചൂസ് ചെയ്താൽ g equal to f of u v ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും. where u and v are differentiable scalar functions of variable t. so by chain rule g dash of t equal to dou f by dou u into du by dt plus dou f by dou v into dv by dt. du by dt equal to d by dt of x plus t cos theta. ഇവിടെ എക്സും കോസ് തീറ്റയും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വൈ പ്ലസ് ടി സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. therefore g dash of t equal to dou f by dou u into cos theta plus dou f by dou v into sin theta, where u equal to x plus t cos theta and v equal to y plus t sin theta. when t equal to 0 u equal to x and v equal to y. so g dash of 0 equal to dou f by dou x into cos theta plus dou f by dou y into sin theta. dou f by dou xi plus dou f by dou yj dot cos theta I plus sin theta j equal to dou f by dou x into cos theta plus dou f by dou y into sin theta ആയതുകൊണ്ട് g dash of 0 equal to dou f by dou xi plus dou f by dou yj dot cos theta I plus sin theta j. dou f by dou xi plus dou f by dou yj del f of xy ആണ്. അതുപോലെ cos theta I plus sin theta j equal to vector u. so g dash of 0 equal to del f of xy dot vector u. so from 1 and 2 du f of xy equal to del f of xy dot vector u. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് 3 വേരിയബിൾസിലുള്ള ഫംഗ്ഷൻസിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യാം. 2 വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കേസിൽ ഡിഫൈൻ ചെയ്തതിനോട് സിമിലർ ആയിട്ടാണ് ഇവിടെയും ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നത്. കൺസിഡർ ദി 3 വേരിയബിൾ ഫംഗ്ഷൻ w equal to capital F of xyz. യൂണിറ്റ് വെക്ടർ u, പോസിറ്റീവ് x ആക്സിസ്, പോസിറ്റീവ് y ആക്സിസ്, പോസിറ്റീവ് z ആക്സിസ് ഇവയുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾസ് റെസ്പെക്റ്റീവ്ലി ആൽഫ, ബീറ്റ ആൻഡ് ഗാമയാണെന്ന് വിചാരിക്കുക. then the directional derivative of capital F in the direction of the unit vector vector u is given by du f of xyz equal to limit h tending to 0 f of x plus h cos alpha comma y plus h cos beta comma z plus h cos gamma minus f of xyz divided by h provided the limit exists. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല du f of xyz equal to del of f of xyz dot vector u. ഇവിടെ യൂണിറ്റ് വെക്ടർ വെക്ടർ കെയുടെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡോ w ബൈ ഡോ z ആണ്. ദാറ്റ് ഈസ് dk of f of xyz equal to ഡോ w ബൈ ഡോ z. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം.
First one, find the directional derivative of f of xy equal to 2x square y cube plus 6xy at ordered pair 1 1 in the direction of a unit vector whose angle with the positive x-axis is pi by 6. ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ ഓർഡേഡ് പെയർ 1,1 എന്ന പോയിന്റിലെ പോസിറ്റീവ് എക്സ് ആക്സിസുമായി ആംഗിൾ പൈ ബൈ 6 ക്രിയേറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് ഓർഡേഡ് പെയർ എക്സ് വൈ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ വെക്ടർ യു ഇസ് ഡി യു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് വെക്ടർ യു ആണെന്ന്. സോ ഡി യു എഫ് ഓഫ് 1 1 ഈക്വൽ ടു del f of 1 1 dot vector u del f of xy equal to dou f by dou xi plus dou f by dou yj. Here dou f by dou x equal to 4x into y cube plus 6y and dou f by dou y equal to 6x square y square plus 6x. So del f of xy equal to 4x y cube plus 6y I plus 6x square y square plus 6xj. Thus del f of 1 1 equal to 10i plus 12j. Then ഇവിടെ യൂണിറ്റ് വെക്ടർ വെക്ടർ യു ഡയറക്ട്ലി തന്നിട്ടില്ല. ആ വെക്ടർ പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു പൈ ബൈ 6. വെക്ടർ യു പോസിറ്റീവ് എക്സ് ആക്സിസുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ വെക്ടർ യു ഈക്വൽ ടു cos theta I plus sin theta j ആണെന്ന് നമുക്കറിയാം. സോ ഹിയർ വെക്ടർ യു ഈക്വൽ ടു cos pi by 6 I plus sin pi by 6 j which is equal to root 3 by 2 I plus 1 by 2 j. Therefore duf of 1 1 equal to del f of 1 1 dot vector u which is equal to 10i plus 12j dot root 3 by 2 I plus 1 by 2 j which is equal to 5 root 3 plus 6. ഇത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, consider the plane that perpendicular to the xy plane and passes through the points P ordered pair 2 1 and Q ordered pair 3 2. What is the slope of the tangent line to the curve of intersection of this plane with the surface f of xy equal to 4x square y square at the point order triple 2, 1, 17 in the direction of Q. XY പ്ലെയിനിലെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. P ordered pair 2 1 and Q ordered pair 3 2. ആ രണ്ട് പോയിന്റ്സിലൂടെയും പാസ് ചെയ്യുന്ന XY പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനും f of xy ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നുള്ള സർഫസും ഇന്റർസെക്ട് ചെയ്യുന്ന കേർവിലെ ഒരു പോയിന്റിൽ പോയിന്റ് ക്യൂവിന്റെ ഡയറക്ഷനിലുള്ള ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഡി യു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ഓഡേ ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ 0 ഓഡേ ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ 0 എന്നീ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന എക്സ് വൈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയ വെർട്ടിക്കൽ പ്ലെയിനും സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവിലെ ഓഡേ ട്രിപ്പിൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ എന്ന പോയിന്റിലെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് ആണെന്ന്. അവിടെ ആർബിട്രറി പോയിന്റ് ഓഡേ ട്രിപ്പിൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ 0 ചൂസ് ചെയ്യുന്നത് ഓഡേഡ് പെയർ എക്സ് വൈ എന്ന പോയിന്റിൽ നിന്നും ഓഡേഡ് പെയർ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ യുവിനോട് പാരലൽ ആകുന്ന വിധത്തിലാണ്. ഇവിടെ ഓഡേഡ് പെയർ എക്സ് വൈയും ഓഡേഡ് പെയർ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈയും ആണ് തന്നിട്ടുള്ളത്. അവ റെസ്പെക്റ്റീവ്ലി പി ഓഡേഡ് പെയർ 2, 1 ആൻഡ് ക്യൂ ഓഡേഡ് പെയർ 3, 2. പോയിന്റ് പിയിൽ നിന്നും പോയിന്റ് ക്യൂവിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടർ വെക്ടർ പി ക്യൂ ഈക്വൽ ടു 3 - 2i plus 2 - 1j which is equal to I plus j. ഈ വെക്ടറിനോട് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് വെക്ടർ യു. നമുക്ക് വെക്ടർ യു കണ്ടുപിടിക്കാം.
norm of vector pq equal to root of 1 square plus 1 square, which is equal to root 2. So vector u equal to vector pq divided by norm of vector pq, which is equal to 1 by root 2 I plus 1 by root 2 j. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് duf of 21 ആണ്, which is equal to del f of 21 dot vector u. Here del f of xy equal to 8xi plus 2yj. So del f of 21 equal to 16i plus 2j. Thus the required slope is duf of 21, which is equal to del f of 21 dot vector u, which is equal to 16i plus 2j dot 1 by root 2i plus 1 by root 2j, which is equal to 16 by root 2 plus 2 by root 2, which is equal to 9 root 2. Then next question, find the directional derivative of capital F of xyz equal to x into y square minus 4x square y plus z square at odd triple 1 comma minus 1 comma 2 in the direction of the vector 6i plus 2j plus 3k. ഇവിടെ തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല. സോ നമുക്ക് ആദ്യം ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തന്നിട്ടുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് root of 36 plus 4 plus 9, which is equal to 7. So vector u equal to 6 by 7 I plus 2 by 7 j plus 3 by 7 k. Thus the directional derivative of capital F at the point odd triple 1 comma minus 2 comma 2 in the direction of 6i plus 2j plus 3k is duf of odd triple 1 comma minus 1 comma 2, which is equal to del f of 1 comma minus 1 comma 2 dot vector u. Here del f of xyz equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk, which is equal to y square minus 8xyi plus 2xy minus 4x square j plus 2zk. So del f of odd triple 1 comma minus 1 comma 2 equal to 9i minus 6j plus 4k. Thus duf of odd triple 1 comma minus 1 comma 2 equal to 9i minus 6j plus 4k dot 6 by 7i plus 2 by 7j plus 3 by 7k, which is equal to 9 into 6 by 7 minus 6 into 2 by 7 plus 4 into 3 by 7, which is equal to 54 by 7. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.